ചിലപ്പോൾ ഡാനീഷ് സ്ട്രീക്സിൽ എൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും കേട്ടോ ഇത്. എനിക്കിപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. എനിക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ ഒരു കാര്യം പറയാനുണ്ട്. ഈ യൂട്യൂബേഴ്സിന്റെ വീഡിയോസ് നിങ്ങൾ കാണുമ്പോൾ ഒരിക്കലും അതിനെ നിങ്ങളുടെ ലൈഫായിട്ട് കമ്പയർ ചെയ്യരുത്. കാരണം ഒരു 1 മിനിറ്റിലോ ഒരു 10 മിനിറ്റ്സിലോ കാണുന്നത് ആയിരിക്കില്ല ഒരിക്കലും അവരുടെ 100% ആയിരിക്കില്ല അവരുടെ ലൈഫ്. പിന്നെ ജീവിതത്തിൽ കാണിക്കുന്ന എല്ലാരും പറയുന്നതാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. അതിനെ ആവശ്യമില്ല. അങ്ങനെ മറ്റൊരു ഫാമിലി വ്ളോഗ് കുടുംബവും കൂടി തെറ്റി പിരിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ ഡാനി സ്റ്റേക്സ് എന്ന് പറയുന്ന വ്ളോഗിലെ ഡാനിയും അച്ചു എന്ന് പറയുന്ന അശ്വതിയുമാണ് ഇപ്പൊ തെറ്റി പിരിഞ്ഞിരിക്കുന്നത്. മടുത്തു, ഇതായിരിക്കും എന്റെ ലാസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് അശ്വതി കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടോക്കാം. പിന്നെ ഒരു കാര്യം, എല്ലാരും ഈ വീഡിയോ അവസാനം വരെ കാണണേ, ഒരു ട്വിസ്റ്റ് ഉണ്ട്, ബാ കണ്ടോക്കാം. ചിലപ്പോൾ ഡാനീഷ് സ്ട്രീക്സിൽ എൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും കേട്ടോ ഇത്. എനിക്കിപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. ഓ ആയിക്കോട്ടെ, സന്തോഷം. ഇനി അങ്ങോട്ട് നിങ്ങളൊന്നും സഹിക്കണ്ടല്ലോ. എല്ലാം കൊണ്ടും മികച്ചൊരു തീരുമാനം തന്നെയാണിത്. എന്തായാലും ബാക്കിയോട് പറഞ്ഞോട്ടെ. എനിക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ ഒരു കാര്യം പറയാനുണ്ട്. ഈ യൂട്യൂബേഴ്സിന്റെ വീഡിയോസ് നിങ്ങൾ കാണുമ്പോൾ ഒരിക്കലും അതിനെ നിങ്ങളുടെ ലൈഫായിട്ട് കമ്പയർ ചെയ്യരുത്. ഇല്ല ഒരിക്കലും ഇല്ല. അച്ചു ചേച്ചി ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അതിന് അപ്പീലുണ്ടോ? ഒരു സെക്കൻഡ് മുമ്പേ വരെ ഞാൻ ഫാമിലി വ്ളോഗർമാരുടെ വീഡിയോ കണ്ട് എന്റെ ജീവിതവുമായി കമ്പയർ ചെയ്തതേ ഉള്ളൂ. പക്ഷെ ഇനി ചെയ്യൂല. അച്ചു ചേച്ചി പറഞ്ഞ പിന്നെ എങ്ങനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റും അല്ലെ? എന്തായാലും ചേച്ചിക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. എന്തൊക്കെയോ ചേച്ചി പറയാൻ ശ്രമിക്കുന്നുണ്ട്. നല്ല സീരിയസ് ആണെന്ന് തോന്നുന്നു. ചേച്ചി ബാക്കി പറഞ്ഞാട്ടെ, എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. കാരണം ഒരു 1 മിനിറ്റിലോ ഒരു 10 മിനിറ്റ്സിലോ കാണുന്നത് ആയിരിക്കില്ല ഒരിക്കലും അവരുടെ 100% ആയിരിക്കില്ല അവരുടെ ലൈഫ്. അവരുടെ ലൈഫിൽ നോർമൽ പോലെ തന്നെ എല്ലാ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ആണോ ചേച്ചി? ചേച്ചി പറഞ്ഞെന്തായാലും നന്നായി. ഞാൻ വിചാരിച്ചത് ഈ വീഡിയോയിലൊക്കെ കാണുന്ന പോലെയൊക്കെ തന്നെയാണ് നിങ്ങളുടെ ജീവിതം എന്നാണ്. ഫുൾ ടൈം ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ച് നടക്കാണെന്നല്ല ഞാൻ വിചാരിച്ചത്. ചില വീഡിയോകളൊക്കെ കാണുമ്പോൾ അസൂയ തോന്നും. പക്ഷെ ചേച്ചി ഇപ്പൊ പറഞ്ഞപ്പോഴാണ് അതൊന്നും റിയൽ അല്ല എന്ന് മനസ്സിലായത്. ചേച്ചി എന്റെ കണ്ണ് തുറപ്പിച്ചു. ഒരിക്കലും മറക്കൂല ചേച്ചി. ഒരുപാട് നന്ദിയുണ്ട്. ബാക്കി പറഞ്ഞു. ഒരുപാട് എന്റെ കമന്റ് ബോക്സിൽ തന്നെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. യു ആർ ദ ലക്കിയസ്റ്റ് വൈഫ്, ഇത്രയും ഭാഗ്യം ചെയ്ത വേറെ കുട്ടിയില്ല, എന്ത് ഭാഗ്യവതിയാണ്. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ജസ്റ്റ് ഒരു ഫുഡ് ഉണ്ടാക്കി തരുന്ന മാത്രമാണോ അത് മാത്രമാണോ ഒരു ഹസ്ബൻഡിന്റെ ക്വാളിറ്റി? അങ്ങനെ ചോദിക്ക് ചേച്ചി. പിന്നെ മോനെ ഡാനി, ഞാൻ അങ്ങനെ വല്ലപ്പോഴും ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് നമ്മുടെ ചേച്ചിയെ അങ്ങോട്ട് ഒതുക്കാന്ന് കരുതണ്ട. ഇവിടെ ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ട്. കളിക്കണ്ട നീ. അങ്ങനെ നിന്റെ ചോറിലും സാമ്പാറിലും വീഴുന്നവളല്ല ഈ അശ്വതി അച്ചു. ഓർമ്മ ഉണ്ടായിക്കോട്ടെ. ബാക്കി പറഞ്ഞായിരുന്നു. ഞാൻ എന്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. ഞാനിങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആർക്കും അറിയത്തില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അയ്യോ, ചേച്ചി ഒറ്റയ്ക്കായിരുന്നു? ഈ വീഡിയോ കണ്ട പറയത്തേ ഇല്ല കേട്ടോ ചേച്ചി ഒറ്റയ്ക്കായിരുന്നു എന്ന്. എന്തായാലും മനസ്സിലാക്കി തന്നെ നന്നായി. എന്തായാലും ചേച്ചി ഒറ്റയ്ക്കിരുന്ന് ബാക്കി കൂടി പറഞ്ഞാട്ടെ. ഇത് ഞാൻ പോസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇതിപ്പം ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് തെറ്റാണോ, ഇങ്ങനൊരു വീഡിയോ തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഒരുപാട് ആലോചിച്ച് എനിക്ക് ഇങ്ങനെ ഒരെണ്ണം എടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് തീരുമാനം. മൈക്കില്ലാത്തത് കൊണ്ട് ഹോളിലെ ശബ്ദമൊക്കെ ഇന്ററപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. നീങ്ങുന്നുണ്ട് പുറത്ത്. ഞാൻ റൂമിൻ്റെ അകത്ത് ഇരിക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ടുള്ള മെയിൻ കാരണമെന്ന് പറയാൻ പറ്റത്തില്ല. എനിക്ക് ആ പോസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യാമെന്ന് എനിക്ക് തോന്നിയത് ഇപ്പൊ റീസെന്റ് വന്നിട്ടുള്ള വീഡിയോക്കകത്തുള്ള കമന്റ്സ് ആണ്. ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. കാരണം എൻ്റെ മൈൻഡ് അത്രയ്ക്ക് ഡിസ്റ്റർബ്ഡ് ആണ്. ഓൾറെഡി എനിക്ക് ഹോർമോണൽ ചേഞ്ചസിന്റെ ഇതും പിന്നെ എനിക്ക് അല്ലാതെ ഉള്ള ഏട്ടന്റെ സൈഡിൽ നിന്ന് ചെയ്യുന്നത് ഇപ്പൊ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. കാരണം ഏട്ടന് അത്രയ്ക്ക് അഗ്രസീവ് ആയിക്കൊണ്ടിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഈ ഷോപ്പിലെ പ്രഷറാണോ, പിന്നെ ഈ ഷോപ്പൊക്കെ റണ്ണായി വരുന്നതിന്റെ ആണോ, ടയേർഡ്നെസിന്റെ ആണോ, എന്താണെന്ന് അറിയത്തില്ല. എന്ത് ടയർഡ്നെസ്, എന്ത് പ്രഷർ? ഇനി അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്ത് വെച്ചിട്ട് അങ്ങോട്ട് വീട്ടിൽ കയറിയാൽ മതി. കേട്ടടാ ഡാനി മോനെ, നിന്റെ പ്രഷറും ഫ്രസ്ട്രേഷനും തീർക്കാനുള്ള ഉപകരണമല്ല നമ്മുടെ അശ്വതി ചേച്ചി. അത് ഓർമ്മ ഉണ്ടായിക്കോട്ടെ. ഇനി ഓർമ്മ ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളും ഫാൻസ് നീ ഒരിക്കലും മറക്കാത്ത തരത്തിൽ നിന്നെ ഓർമ്മിപ്പിച്ചു തരും. പറഞ്ഞില്ലെന്ന് വേണ്ട. എന്തിനാ ചേച്ചി ഇവരൊക്കെ വെച്ചോണ്ടിരിക്കുന്നത്? അങ്ങോട്ട് ഡിവേഴ്സ് ചേച്ചി. പിന്നെ ബാക്കി പറഞ്ഞാലും എന്തെങ്കിലും നമ്മളിന്ന് സംസാരിക്കാൻ ചെയ്യുമ്പോൾ അത് ട്വിസ്റ്റ് ചെയ്ത് എൻ്റെ മണ്ടയ്ക്കാണ് വരുന്നത്. ചിലപ്പോൾ നമ്മൾ ഭയങ്കര കാമായിട്ടായിരിക്കും സംസാരിക്കുന്നത്. എൻ്റെ ഫീലിങ്സ് എനിക്ക് കാണിക്കേണ്ടതോ അല്ലെങ്കിൽ എനിക്ക് കാണിക്കാൻ പറ്റുന്നതോ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തല്ലേ. പക്ഷെ ഞാനിപ്പോൾ പേടിച്ചിട്ട് എൻ്റെ ഫീലിങ്സ് ഒക്കെ ഞാൻ ഹൈഡ് ചെയ്ത് എൻ്റെ മനസ്സിനുള്ളിൽ തന്നെ ഇട്ടേക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ദേഷ്യം കാണിക്കാൻ ആരുമില്ല. ചേച്ചിക്ക് ദേഷ്യം വരുമ്പോ ആഞ്ഞടിക്കാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് നിന്റെ തിരുമോന്തെങ്കിലും കാണിച്ചു കൊടുക്കടാ മോനെ ഡാനി. അതല്ലടാ ഒരു ഉത്തമ ഭർത്താവ് ചെയ്യേണ്ടത്. പാവം ഞങ്ങളുടെ ചേച്ചിക്ക് ഒന്ന് ദേഷ്യം കാണിക്കാൻ പോലും ആരും ഇല്ലാതായി പോയല്ലോ. ഒറ്റപ്പെട്ടു പോയല്ലോ പൊന്നെ. ഞങ്ങൾ ഇത് എങ്ങനെ സഹിക്കും?
ബാക്കി പറഞ്ഞാലും. എനിക്ക് എന്തെങ്കിലും ഇത് ഒരു പരിഭവം പറയാൻ അല്ലെങ്കിൽ ഒരു ദേഷ്യം എന്റെ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ അതൊന്ന് എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് പേടിയാ. ഞാൻ അതിങ്ങനെ മനസ്സിനടച്ച് അകത്തിട്ടിങ്ങനെ പൂട്ടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇങ്ങനൊന്നും ആയിരുന്നില്ല, ഏട്ടനും ഇങ്ങനൊന്നും ആയിരുന്നില്ല. ഇപ്പൊ എന്താണ് എന്നൊന്നും എനിക്ക് ഈവൻ എന്റെ മൈൻഡിൽ എനിക്ക് തോന്നുവാണ് ഓരോന്ന്. ഈവിളയാണോ അതെനിക്ക് പറയണോന്ന് എനിക്ക് ബ്ലാക്ക് മാജിക് ആണോ, ചിലപ്പോ നമ്മളെ കൂടെ നിൽക്കുന്നവരാണോ? അതെന്നാണ് സംഭവം. കണ്ണ് തട്ടിപ്പോയതാണ്. നിങ്ങളുടെ രണ്ടുപേരുടെ സ്നേഹവും സന്തോഷവും കണ്ട് അസൂയ മൂത്ത് ആരൊക്കെയോ ചേർന്ന് ഗൂഢോത്തരം ചെയ്തതാവാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോ കുട്ടിച്ചാത്തൻ സേവ തന്നെ നടത്തേണ്ടി വരും. അത് മാത്രമാണ് ഒരു പ്രതിവിധി. നമുക്ക് ലുട്ടാപ്പിയെ തന്നെ അവിടെ വിളിക്കാം. ലുട്ടാപ്പി ആകുമ്പോ ഫലം ഇത്തിരി കുറഞ്ഞാലും ചെറിയ പൈസക്ക് കാര്യം നടക്കും. ബാക്കി പറഞ്ഞാലും എന്നൊക്കെ ഉള്ളൊരു ഒരു ടെൻഷനും ഇതൊക്കെയാണ് എനിക്ക് ഇങ്ങനെ ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ ഒരു കൺസേൺസും ഒരു ഹാപ്പിനെസ്സും ഒന്നും ഇല്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം അത്രയും അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ സ്വയം സഫർ ചെയ്ത് മുന്നോട്ട് പോകണോ എന്ന് ഉള്ളതൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഏട്ടൻ്റെ അടുത്ത് നിൽക്കുന്നതിനെയും കാട്ടി കൂടുതൽ ഞാൻ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. കാരണം ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് സന്തോഷം കിട്ടുന്നുണ്ട്. അവിടെ എൻ്റെ ഫീലിങ്സ് എല്ലാം ഞാൻ ഇങ്ങനെ ഉള്ളിലൊതുക്കി എനിക്ക് പെട്ടെന്ന് ഏട്ടൻ്റെ അടുത്ത് ഇപ്പം എന്തെങ്കിലും ചെയ്ത കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്കൊന്ന് ചോദിക്കണം, അല്ലെങ്കിൽ എനിക്കൊന്ന് ദേഷ്യപ്പെടണം, അല്ലെങ്കിൽ ഈ സൗന്ദര്യ പണിക്കൊക്കെ ഇല്ലേ അതുപോലും എനിക്ക് പറ്റുന്നില്ല. അതുപോലും ചെയ്യുമ്പോഴത്തേക്ക് ഏട്ടൻ എനിക്ക് ദേഷ്യപ്പെടുന്ന എക്സ്ട്രീം അങ്ങ് ഇതായിട്ടാണ്. ചില സമയത്ത് ഞാൻ ആലോചിക്കും ഓക്കെ പിന്നെ വർക്ക് പ്രഷർ കൊണ്ടായിരിക്കും, ഇങ്ങനെ ഷോപ്പിലെ കാര്യങ്ങളും തിരക്കുകളും കൊണ്ടായിരിക്കും, പിന്നെ ലേറ്റ് നൈറ്റ് ആണല്ലോ ഷോപ്പൊക്കെ അടച്ചിട്ട് വരുന്നത്, അപ്പം ഉറക്കം ഓക്കെ ആവാത്തോണ്ടായിരിക്കും. പക്ഷെ ഒരു തവണയെങ്കിലും ഞാനപ്പോ അങ്ങോട്ട് കൊടുക്കുന്ന എഫേർട്ടിനും അങ്ങോട്ട് ഏട്ടനെ കുറിച്ച് ചിന്തിക്കുന്നതിന്റെ ഒരു 10-1 ഏട്ടൻ എന്നെ കുറിച്ച് ചിന്തിക്കണമെന്ന് എനിക്കൊരാഗ്രഹം കാണത്തില്ലേ, അല്ലെങ്കിൽ എനിക്ക് ഒരു കാണത്തില്ലേ? ഏട്ടൻ എങ്ങനെ ഇങ്ങനെ മാറിയെന്ന് എനിക്ക് ഒട്ടും അങ്ങോട്ട് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഒന്ന് മനസ്സ് തുറന്ന് ചിരിച്ചിട്ട് എന്നെ കുറേ നാളായി. ഇനി ഒന്നും നോക്കണ്ടേ ചേച്ചി, ഡിവേഴ്സുള്ള പരിപാടി നോക്കാം നമുക്ക്. ഇനിയിപ്പോ അത് മാത്രമാണ് ഏക പ്രതിവിധി. അങ്ങനെ ഇപ്പൊ സഹിച്ചും ക്ഷമിച്ചും ജീവിക്കേണ്ട ആവശ്യമൊന്നും ചേച്ചിക്കില്ല. ഞാൻ എന്തായാലും എന്റെ പരിചയത്തിലുള്ള ഒരു വക്കീലുണ്ട്, ആളൊന്ന് വിളിച്ചു നോക്കട്ടെ. ചേച്ചി പേടിക്കേണ്ട, എല്ലാം നമുക്ക് സെറ്റാക്കാം. ബാക്കി പറഞ്ഞാലും കുറേ നാളായി. അത് ചിലപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, എന്നെ അത്ര അറിയാവുന്ന ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടായിരിക്കും. എനിക്ക് ആരുടെ എനിക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ആരുമില്ല, മനസ്സുറന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൻ്റെ പ്രശ്നങ്ങൾ. ഇതിപ്പോൾ ആരുടെ കയ്യിലാണ് മിസ്റ്റേക്ക് എന്നൊന്നും എനിക്കറിയത്തില്ല. ഇതാണ് എൻ്റെ പ്രശ്നം. എനിക്ക് സംസാരിക്കാൻ ആരുമില്ല, എൻ്റേതായിട്ട് എനിക്ക് ആരും ഇല്ലാത്ത പോലെ തോന്നുന്നു. എൻ്റെ മക്കൾ വലുതായിരുന്നെങ്കിൽ അവരുടെ അടുത്തെങ്കിലും സംസാരിക്കാൻ. എനിക്ക് ഫ്രീ ആയിട്ട് എങ്ങും പോകാൻ പറ്റുന്നില്ല, ഒന്നിനും എൻ്റേതായ ഒരു കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല എനിക്ക്. അതൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഏട്ടൻ്റെ സൈഡിൽ നിന്നും ഏട്ടൻ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഒട്ടും പറ്റുന്നില്ല. ഏട്ടനിപ്പം ഇനി വീഡിയോ കാണുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷെ എന്തും ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. കാരണം ഞാൻ അല്ലാതെ ഏട്ടൻ്റെ ഡയറക്റ്റായിട്ട് പറയുന്ന ഏട്ടൻ കേൾക്കുന്നില്ല. ഇങ്ങനെയെങ്കിലും ഏട്ടൻ കേൾക്കട്ടെ. ഗൈസ്, ഇത് കേട്ട് നിങ്ങൾ വിശ്വസിച്ചോ? ഇത് നിങ്ങൾ വിശ്വസിക്കണമെന്നാണ് ആഗ്രഹം. കാരണം എൻ്റെ വലിയൊരു ആഗ്രഹമാണ് എൻ്റെ ചേട്ടൻ എനിക്ക് പ്രാങ്ക് കൊടുക്കണം, ഒന്ന് ഞെട്ടിപ്പിക്കണം. എന്താ പെണ്ണായി? ഞാനൊന്ന് വക്കീലെ വിളിച്ച് ഫോൺ വെച്ച് പോയിക്കും എന്താണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചത്? ഈ പെണ്ണുമുള്ള പ്രാങ്ക് എന്നോ മറ്റെന്തോ പറയുന്നത് കേട്ടല്ലോ. എന്താ ഇപ്പൊ സംഭവം? ഇത്രയും നേരം കരഞ്ഞോണ്ടിരിക്കുന്ന ആള് പെട്ടെന്ന് ചിരിക്കുന്നൊക്കെ കണ്ടല്ലോ. വട്ടായോ ഇനി? അല്ല, ഒന്നും അങ്ങോട്ട് മനസ്സിലാവണില്ല. ബാക്കി രണ്ടോക്കെ എന്തായാലും. കാരണം ഏട്ടന് കൊടുക്കുന്ന പ്രാങ്കുകളൊന്നും ഏട്ടൻ ഏൽക്കാറേയില്ല. അപ്പം ഇത് ഞാൻ എന്തായാലും ഏട്ടൻ അയച്ചു കൊടുക്കാൻ പോവാണ്. എന്നിട്ട് ഞാൻ പറയാൻ പോവാണ് ഞാനിത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ പോവാണെന്ന്. എന്തായാലും ഏട്ടൻ ഞെട്ടും. ഓരോ ടൈപ്പ് കൊണ്ട് ഇറങ്ങിക്കുവാണ്. പ്രാങ്ക് ആണത്ര, ഉളുപ്പുണ്ടോ? കുറെ കാര്യമായിട്ട് ചേച്ചന്റെ ചാനലിൽ വീഡിയോസ് ഒന്നും ഇടാറില്ല, പഴയ റീച്ചും ഇല്ല. സോ ചാനൽ പൊക്കിക്കൊണ്ടുവരാനായിരിക്കും അല്ലയോ ഈ ഊമ്പിയ പ്രാങ്ക് കൊണ്ട് ഇറങ്ങിയേക്കുന്നത്. ഞാൻ ഈ വീഡിയോ ആദ്യം മുഴുവനും കണ്ടതിന് ശേഷമാണ് ഇപ്പൊ ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്നത്. പ്രാങ്ക് ആണെന്നൊന്നും അറിയാതെയാണ് ഞാൻ ആദ്യം വീഡിയോ കാണുന്നത്. പക്ഷെ ആദ്യം കാണുമ്പോൾ തന്നെ എനിക്കെന്തോ ഉടായ്പ മണത്തിരുന്നു. മൊത്തത്തിൽ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ഫൺ മൂഡിൽ ചെയ്യാമെന്ന് വെച്ചാണ് ഇങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തത്. എന്തായാലും ബാക്കി നോക്കാം. എനിക്ക് ഉറപ്പാണ്. കാരണം ഞാനിപ്പോ ഓൾറെഡി ഏട്ടൻ്റെ പറയുന്നുണ്ടായിരുന്നു ഈ ഷോപ്പിൽ
ഇതിലേക്ക് പ്രഷർ കാരണം ഇച്ചിരി ദേഷ്യം കൂടുതലാണ്. പിന്നെ ഞാൻ പറയാറുണ്ട് എന്നും എൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് കുറച്ച് സമയം ഇത് ചെയ്യണമെന്ന്. അതിപ്പം തുടങ്ങി തന്നിട്ടുണ്ട്. കാരണം ഇച്ചിരി ലേറ്റ് നൈറ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും പുള്ളിക്ക് ഉറക്കം വരും. അപ്പൊ കിടന്ന് ഉറങ്ങിയാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ പറയുന്നിട്ടുണ്ട് പോയിട്ട് വരുമ്പോൾ ഞാനിപ്പോൾ എന്നൊന്നും ഷോപ്പിൽ പാടില്ല. അപ്പം പോയിട്ട് വരുമ്പോഴത്തേക്ക് എന്ത് സംസാരിച്ചിട്ട് ഇറങ്ങാവോളാം. അപ്പൊ അതൊക്കെ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇത് വിശ്വസിക്കും എന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾ വിശ്വസിച്ചില്ലെന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ പ്ലാൻ ചെയ്യാൻ പോണത്, ഞാനിപ്പോ എന്റെ വീട്ടിലായിട്ടുള്ളത്. അപ്പൊ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമെന്നും പറഞ്ഞ് ഏട്ടൻ അയച്ചു കൊടുക്കും. എന്നിട്ട് അപ്പം സ്വാഭാവികമായിട്ടും ഏട്ടനെ വിളിക്കുമല്ലോ. അപ്പൊ ഏട്ടൻ വിളിക്കുമ്പോൾ ഞാൻ പറയും എനിക്ക് ഒന്നും സംസാരിക്കാനില്ല, ഏട്ടൻ നേരിട്ട് വന്ന് സംസാരിക്കും. ഞാൻ ഈ റൂമിൽ ഇങ്ങനെ തന്നെ നിൽക്കും. ഫോൺ എവിടെയെങ്കിലും ഹൈഡ് ചെയ്ത് വെക്കണം. എനിക്ക് ഫോൺ ഇങ്ങനെ വെച്ചാലും മതി. കാരണം ഏട്ടൻ ഇത് ചെയ്യൂലല്ലോ. അപ്പൊ ഏട്ടൻ എന്തായാലും വന്നിട്ട് റിയാക്ട് ചെയ്യാൻ അടിക്കുകയാണ് ചെയ്യുന്നത്. അടിക്കുകയാണ് ചെയ്ത് അതും കൂടെ ലൈവായിട്ട് അടിക്കത്തൊന്നുമില്ലായിരിക്കും. അടിക്കത്തൊന്നുമില്ല. അപ്പൊ ഏട്ടന്റെ റിയാക്ഷൻ എന്തായാലും നമുക്ക് നോക്കാം. ചിലപ്പോൾ ഈ ഫോണൊക്കെ വെച്ചേക്കുമ്പോഴത്തേക്ക് ഏട്ടൻ എന്തായാലും മനസ്സിലാവുമായിരിക്കും. അതിന് എന്തായാലും ഞാൻ പ്ലാൻ ചെയ്യണം. നന്നായിട്ട് പ്ലാൻ ചെയ്താലേ ഇത് വർക്കൗട്ട് ആവുള്ളൂ. അപ്പം റിയാക്ഷൻ എന്തുവാണെന്ന് വഴിയേ കാണാം. അതെ, ചേച്ചിയും ചേട്ടനും കൂടെ പ്ലാനൊക്കെ ചെയ്ത് സ്ക്രിപ്റ്റ് ഒക്കെ തയ്യാറാക്കി ചെയ്യുന്ന പ്രാങ്ക് അല്ലേ. അപ്പൊ പിന്നെ പേടിക്കണ്ടേ, എന്തായാലും വർക്കൗട്ട് ആവും. രണ്ടാളും നന്നായി അഭിനയിച്ചാൽ മാത്രം മതിയല്ലോ. ഈ അവരാധം കാണുന്ന ആളുകൾക്ക് ഇത് വർക്കൗട്ട് ആവുമെന്ന് മാത്രം ചേച്ചി ചിന്തിച്ചാൽ മതി. എന്തായാലും കഷ്ടപ്പെട്ട് പ്രാങ്ക് ഒക്കെ ചെയ്തതല്ലേ, നമുക്ക് ആ വീഡിയോ കൂടി കണ്ടോക്കാം. ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്ന കേട്ടോ. ഏട്ടൻ എന്നെ വിളിച്ചിട്ട് ഇപ്പൊ എത്തും എന്ന് പറഞ്ഞു. അപ്പൊ ഓൾറെഡി ഞാൻ വിളിച്ചപ്പോഴത്തേക്കും ഈ ഒരു ഫോണല്ലേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് എല്ലാം കൂടെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ആ ഫോണിലാണ് ഏട്ടൻ വിളിക്കുന്നത്, ഈ ഫോണിലാണ് കേട്ടോ ഏട്ടൻ വിളിക്കുന്നത്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞത് സംസാരിക്കണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ് നേരിട്ട് കണ്ടിട്ട് സംസാരിച്ചാൽ മതി. അപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് പറഞ്ഞ് നീ റെഡിയായി നിൽക്ക്, നമുക്ക് സംസാരിച്ചിട്ട് നമുക്കങ്ങ് വീട്ടിൽ പോകാമെന്ന്. അതായത് ഏട്ടൻ്റെ വീട്ടിൽ പോകാന്നാ പറഞ്ഞത്. ഏട്ടൻ അതിൻ്റെ ഇടയ്ക്ക് സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്താ നീ വീഡിയോയിൽ പറഞ്ഞു വെച്ചേക്കുന്നതെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ച്. എന്നിട്ട് ഞാൻ പക്ഷെ അതിനൊന്നും മറുപടി കൊടുത്തില്ല. ആദ്യം 2 തവണ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. പിന്നെ 3ാമത്തെ തവണ ഞാൻ കോൾ തന്നെ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ഒരു സീരിയസ് ആയിട്ടൊക്കെ തോന്നി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഏട്ടൻ എന്തായാലും എത്തിയെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഇങ്ങോട്ട് വരും. കരൂർ എത്തിയെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും വരും. ഇപ്പോഴത്തേക്ക് ഞാൻ റെഡിയായി, ഒരുപാടൊന്നും റെഡി ആവുന്നില്ല. അപ്പൊ വിചാരിക്കും നാച്ചുറൽ അല്ലെന്ന് ഫീൽ ചെയ്താലോ, അതുകൊണ്ട് ഇപ്പൊ എന്തായാലും വരും കേട്ടോ. ഏട്ടൻ ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടോ ഏത് സമയവും കഥ തുറന്ന് കയറി വരും. ഞാൻ കട്ടന്റെ ബാക്കിൽ ഫോൺ വെച്ചിട്ട് എന്റെ ബാഗൊക്കെ വെച്ച് മറച്ചു വെച്ചേക്കും കേട്ടോ. അപ്പം എന്റെ റിയാക്ഷൻ നോക്കാം, എനിക്ക് ചിരി വരുമോ. യാ മോനെ, ഏട്ടൻ എജ്ജാതി എൻട്രി, എജ്ജാതി നാച്ചുറാലിറ്റി. അഭിനയിക്കാണെന്ന് പറയത്തേ ഇല്ല. എന്നാലും ഗേറ്റ് തുറക്കുന്ന ശബ്ദം മാത്രം കേട്ട് അത് ഏട്ടനാണെന്ന് മനസ്സിലാക്കിയ അച്ചൊരു കില്ലാടി തന്നെ. പട്ടികൾക്ക് പോലും ഇത്ര കഴിവ് കിട്ടിയിട്ടില്ല. ഇതിപ്പോ ഏട്ടന്റെ പാദമുദ്ര 1/2 കിലോമീറ്റർ അകലെ പതിഞ്ഞാലും അച്ചു ചേച്ചി അത് മണത്ത് കണ്ടുപിടിക്കും. അവര് തമ്മിലുള്ള ബോണ്ട് നോക്കണം നിങ്ങൾ. ബാക്കി കണ്ടോക്ക് എന്തായാലും. ഏട്ടൻ എന്താ പറയാ, ഏട്ടൻ അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടൻ കേൾക്കത്തില്ല. എനിക്ക് കേൾക്കാൻ പോലും ഏട്ടൻ ഷോപ്പിലല്ലേ, പിന്നെന്താ ചെയ്യാൻ? അങ്ങനൊന്നുമല്ല. എത്രയോ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ എല്ലാരും ബിസി തന്നെയാണ്. ആവശ്യമില്ല ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഓവർ തിങ്ക് ഒന്നും ചെയ്തതല്ല. സംസാരിക്കുന്നുണ്ടല്ലോ, ഞാൻ വരുമ്പോഴത്തേക്കെല്ലാം സംസാരിക്കുന്നുണ്ടല്ലോ. എന്തൊക്കെയാ പറഞ്ഞേക്കുന്ന വീഡിയോയിൽ എപ്പോ സംസാരിക്കുന്നത്? എനിക്ക് ഈ ചോദ്യത്തിന് എനിക്ക് ആൻസർ വേണം. ഏട്ടന്റെ കൈവിരലുകൾ പോലും അഭിനയിക്കുന്നു. ലാലേട്ടന് ശേഷം ഇനി ആരെന്നുള്ള ചോദ്യത്തിന് അങ്ങനെ ഒരു ഉത്തരം കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒന്ന് സിനിമയിൽ ട്രൈ ചെയ്തിട്ട് ഡാനിയേട്ട, നിങ്ങൾ തന്നെയായിരിക്കും അടുത്ത സൂപ്പർ സ്റ്റാർ, ഒരു ഡൗട്ടും വേണ്ട. ബാക്കി കണ്ടോക്ക് എന്തായാലും. സംസാരിക്കുന്നുണ്ട്, എന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. എപ്പോ സംസാരിച്ചാലും ഇങ്ങനെ ഏട്ടൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, ഒരു 10 മിനിറ്റ് എനിക്ക് വേണ്ടിട്ട് മാറ്റി വെച്ച് ആ ഫോണൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇത് മസിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ചിരിക്കൊന്നും വേണ്ടത് തമാശയല്ല. എന്റെ മുഖം കണ്ടിട്ട് തമാശയായിട്ട് തോന്നുന്ന ആ വീഡിയോയില് എല്ലാം ഇപ്പൊ ഇങ്ങനെ വീഡിയോ ഏട്ടന് ഷെയർ ചെയ്തപ്പോ മാത്രമാണ് ഇതൊരു പ്രശ്നമായിട്ട് തോന്നിയത്. ഇത്രയും നാൾ ഇതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നിയതേ ഇല്ലേ? എന്തോ പ്രശ്നം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ. അതിന് പറയാനുള്ളൊരു ഒരു പ്രശ്നം മനസ്സിലാവത്തില്ല. പറയാനുള്ളൊരു അവസരം എനിക്ക് തരണ്ടേ? അത് എന്റെ അടുത്ത് വിളിച്ചിട്ട് പറയണം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്റെ അടുത്ത് 10 മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ പറയണം. എത്രയോ തവണ പറഞ്ഞേക്കുന്നത്, ഞാൻ പറഞ്ഞേക്കുന്നത് ഏട്ടൻ നീലമേന്റെ സമയത്ത് ഇങ്ങനൊന്നും അല്ലായിരുന്നു. എനിക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് കയറി ഇപ്പൊ ഞാൻ കയറി ഇരുന്നില്ലേ? ഞാൻ നോക്കുന്നില്ലേ നിന്നെ? ഇല്ല. നീ പറയുന്നൊന്നും ഞാൻ കേൾക്കുന്നില്ലേ? ഇല്ല. എന്തോ കേൾക്കുന്നില്ല?
ഏട്ടൻ എന്ത് സില്ലി ആയിട്ട് ഞാൻ അല്ല, എന്തുവാണ് കേൾക്കാത്തത്? ഏട്ടനെ പറഞ്ഞു ഞാൻ എന്തോ കേൾക്കാത്തെന്ന് പറ. ഞാൻ എന്തോ കേൾക്കാത്തെ? എന്തോട് കേൾക്കുന്നത്? എത്ര ദിവസം ഞാൻ പറഞ്ഞേട്ടാ നമുക്ക് ഒന്ന് നല്ലോണം നമുക്കൊന്ന് സംസാരിക്കാം. എല്ലാ ദിവസവും 10 മിനിറ്റ് എനിക്കായിട്ട് ഒന്ന് മാറ്റി വെക്കണം, എന്നിട്ട് സംസാരിക്കാം. നമ്മളിപ്പം നമ്മുടെ ഷോപ്പിലും കാര്യങ്ങൾക്ക് നമ്മുടെ ഇതിനൊന്നും മാനേജ് ഒന്നിനെ ഏർപ്പാടാക്കിയിട്ടില്ലല്ലോ. ഞാൻ തന്നെയല്ലേ എല്ലാം നോക്കുന്നത്. വീഡിയോ എടുക്കുന്നത്, എഡിറ്റ് ചെയ്യുന്നത് എല്ലാം ഞാനല്ലേ. അപ്പൊ എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കിയാലേ പറ്റത്തുള്ളൂ. എല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് എല്ലാം മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നീ കൂടെ എന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ എനിക്കല്ലേ വേണ്ടത്. അപ്പൊ ദേഷ്യം ഞാൻ മാറ്റാൻ നോക്കുന്നുണ്ട് മാക്സിമം. എന്തോ ദേഷ്യം മൊത്തത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം തീരുമ്പോൾ ഒരു പ്രശ്നം വരും. ബിസിനസ് അല്ലേ, ഒരു പ്രശ്നം തീരുമ്പോൾ ഒരു പ്രശ്നം വരും. എപ്പോഴും ഓക്കെ ആയിരിക്കണമെന്നില്ലല്ലോ. ഒരാൾ എപ്പോഴും ഓക്കെ. അപ്പൊ നീ അത് ചോദിച്ച് മനസ്സിലാക്കണം നിന്റെ കടമ. അപ്പൊ നിന്റെ കാര്യം മാത്രം നീ തിങ്ക് ചെയ്യാതിരിക്കരുത്. നിനക്കൊന്നും ഇതായില്ല എന്ന് പറഞ്ഞ് മാത്രം നീ തിങ്ക് ചെയ്യാതിരിക്കരുത്. എന്റെയും കൂടെ കാര്യം തിങ്ക് ചെയ്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ബിസിനസ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് എന്തായാലും വീഡിയോ പോസ്റ്റ് ചെയ്യണം. എന്തായാലും പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്താ പോസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഉള്ള കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നീ ഇപ്പൊ ആവശ്യമുള്ള കാര്യം സംസാരിക്കില്ല. പിന്നെ എന്തോ കൈവെക്കുന്ന പിന്നെ ഒന്ന് കൊടുക്കേട്ട രണ്ടെണ്ണം കൂടെ. അവളുടെ ഒരു കൊണോത്തിലെ പ്രാങ്ക്. ഇവളൊക്കെ തീറ്റി പോറ്റാൻ വേണ്ടി മനുഷ്യരിങ്ങനെ രാപ്പകരില്ലാണ്ട് അധ്വാനിച്ച് നടക്കുമ്പോഴാണ് ഓരോ ടൈപ്പ് പ്രാങ്ക് കൊണ്ട് വന്നേക്കുന്നത്. മനുഷ്യരെ പൊട്ടനാക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലടേ. അവൾക്ക് കെയറിങ് വേണം പോലും. ഞങ്ങളുടെ ഏട്ടൻ ജിമ്മനാണ്, അത് മറക്കണ്ട കേട്ടോ ചേച്ചി. അറിഞ്ഞൊന്ന് കെയർ ചെയ്താണ്ടല്ലോ. പറഞ്ഞേക്കാം, ബാക്കി ഉണ്ടോക്കെ എന്തായാലും. കൈവൊക്കെ ഞാൻ തോണ്ടിയതില്ല. എനിക്ക് ഒന്നാം പിന്നെ ജീവിതത്തിൽ കാണിക്കുന്ന എല്ലാരും പറയുന്നത് എല്ലാരും ഭയങ്കര കമന്റ് ലക്കിയസ്റ്റ് ഗേൾ ഓഫ് ദ വേൾഡ് ഉള്ളത് തന്നെയാണ്. സംസാരിച്ചതല്ല, ഉള്ളത് തന്നെയാണ്. ഇത് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. അതിന്റെ ആവശ്യമില്ല. എപ്പോഴത്തെ കണക്കല്ല ഏട്ടാ ഇത്. ഇയാൾക്ക് ആരോഗ്യമുള്ള, ഇയാള് ജിമ്മിലൊക്കെ പോയി ആരോഗ്യമുള്ള ആളല്ലേ. ആര് പറഞ്ഞു? ജിമ്മിലൊക്കെ പോയി കൊറേ വെയിറ്റ് ആവശ്യമില്ലാതെ തന്നെ ഉപദ്രവിച്ചാലുണ്ടല്ലേ. ഇത്രയൊക്കെ കാണിച്ചിട്ട് വന്നിട്ട് ഞാൻ മാനസികമായിട്ട് ഭയങ്കര ഇതായിട്ടിരിക്കുക. ആവശ്യമില്ലാത്ത ഇതെന്റെ അടുത്ത് പറയരുത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനാ പറഞ്ഞേ? ആവശ്യമില്ലാത്തല്ല, ഉള്ള കാര്യങ്ങൾ തന്നെയാ പറഞ്ഞത്. ഉള്ള കാര്യങ്ങളല്ലാന്നങ്ങ് പറയാവോ? പറയാം. ഞാൻ എത്ര ദിവസമായി മാലും ഇവിടെ വന്നിട്ട്. എന്റെ തിരക്ക് അറിയാമല്ലോ. അറിയാമോ ഇല്ലേ? എന്തോ സംസാരിച്ചെന്ന് എന്തോ ചിരിക്കുന്നേ? എന്തോ കാര്യം പറ. എന്താ പൊളിഞ്ഞ്? എനിക്ക് ചിരി വന്ന ഒന്നറിയാത്ത പോലുള്ള ആ ചേട്ടനാ നിൽപ്പൊന്ന് നോക്കിക്കേ. ഓസ്കാർ കൊടുക്കണം. എന്നാലും എങ്ങനെ സാധിക്കുന്നുണ്ട് ഇതൊക്കെ? ഈ പ്രാങ്കോളികൾക്കൊക്കെ വംശനാശം സംഭവിച്ചു എന്ന് കരുതിയതാ. ഇതിപ്പോ വന്ന് ഫാമിലി ഓഗസ്റ്റിന് സ്ഥിരം പരിപാടി ആയിട്ട് ചാനൽ ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ ഓരോ വളിച്ച പ്രാങ്ക് കൊണ്ട് ഇറങ്ങിക്കോളും. ബാക്കി ഉണ്ടോക്കെ എന്തായാലും റിയാക്ഷൻ അല്ല എന്തോ കാര്യം എന്തോ ക്യാമറ എടുത്തിട്ടല്ല ചെയ്യുന്നല്ലേ. അതിനാണ് ചെയ്തത്. ഞാൻ ചുമ്മാ പ്രാങ്ക് വരണമെന്ന് മാത്രം വിചാരിച്ചോളൂ. അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. ഞാൻ എന്താ ചെയ്ത്? എനിക്കറിയാലോ എന്റെ തിരക്കും കാര്യങ്ങളും. ഞാൻ ഒരുപാട് അതിലും പറഞ്ഞതൊക്കെ എനിക്ക് സംസാരിക്കാൻ സമയം കിട്ടുന്നില്ല. ദേഷ്യം, ഇതൊക്കെ ഞാൻ എത്രയോ നാളുകൊണ്ട് പറയുന്നത്. എല്ലാ ബിസിനസ് ചെയ്യുന്ന ആളുടെ വൈഫുമാരും അങ്ങനെയാണ്. എല്ലാം അങ്ങനെയാണ്. ആരും അറിഞ്ഞു, എല്ലാരും അങ്ങനെയാണ്. എനിക്ക് പല പല ടെൻഷൻസ് ഉണ്ട്, എന്റെ പല പല കാര്യങ്ങളുണ്ട്. അതെല്ലാം മാനേജ് ചെയ്ത് നീയോടാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് പോകേണ്ടത്. മനസ്സിലായോ? നീയോട് സപ്പോർട്ട് ചെയ്യുമ്പോ അത് ഓക്കെ ആയിട്ട് വരും. എന്തിനാ എന്റെ അടുത്ത് റെഡിയായി നിൽക്കാൻ പറഞ്ഞു? വീട്ടിൽ പോയി എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടായിരുന്നോ? എന്തായാലും ഞാൻ ഇങ്ങനെ ഒരു റിയാക്ഷൻ അല്ല പ്രതീക്ഷ. ഞാൻ വിചാരിച്ചിനി വന്നിട്ട് ഞാൻ പറഞ്ഞത് ഞാനിങ്ങനെ എന്തോ എല്ലാം മാനേജ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴത്തേക്ക് പിന്നെ എന്തിനാ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന. ഫോൺ എടുക്ക്. നിങ്ങൾ നീല് വെച്ചേ അവിടെ അയച്ചേക്കുവായിരുന്നല്ലേ.
സച്ചു എന്നെ വിദഗ്ധമായിട്ട് പറ്റിച്ചു. പറ്റിച്ചൊന്നുമില്ല ഏട്ടൻ, എനിക്ക് ഒന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. മനസ്സിലൊന്നുമില്ല. പക്ഷെ എന്റെ അടുത്ത് പറഞ്ഞ് ഇനി ഞാൻ മുതൽ ഞാൻ ദേഷ്യപ്പെടത്തില്ല എന്നൊക്കെ പറഞ്ഞു. എനിക്കൊന്ന് ആ ഐഡിയ പിന്നെ എന്താണ് എന്തോ ഇംപ്ലാന്റ് ചെയ്തൊന്ന് അങ്ങനെയല്ലേ പറയുന്നത്, ഇംപ്ലിമെന്റ് ചെയ്തതാണ്. എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇനി മുതൽ ഞാൻ ദേഷ്യപ്പെടത്തില്ല, ഞാൻ നിന്റെ അടുത്ത് ഇപ്പൊ കാമായിട്ടേ സംസാരിക്കൂ. പക്ഷെ ഇടയ്ക്ക് മുഖമൊക്കെ മാറി കേട്ടോ. എന്തായാലും പിന്നെ എന്താ, പക്ഷെ ഞാൻ വിചാരിച്ചു ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കും. സത്യം പറയാലോ, അതാണ് അടിക്കും. ഓ, അങ്ങനെ ഒരു ഉമ്മേരത് അവസാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്നാലും വല്ലാത്തൊരു പ്രാങ്ക് ആയി പോയി. കൂടുതലൊന്നും സംഭവിക്കാത്ത ബാക്കി. ആക്ച്വലി ഇവർ രണ്ടുപേരും പ്ലാൻ ചെയ്ത് അഭിനയിച്ച പ്രാങ്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഒറിജിനൽ വല്ലതുമായിരുന്നെങ്കിൽ പറ്റൂലെങ്കിൽ കളഞ്ഞിട്ട് പോടി എന്ന് പറഞ്ഞ ഏട്ടായി ഇറങ്ങി പോയേനെ. എന്തായാലും അങ്ങനൊന്നും സംഭവിച്ചില്ലല്ലോ, സന്തോഷിച്ചാട്ടെ. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്നിട്ട് നിങ്ങൾ തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.